ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ ആരോപണം. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പരാതിക്കാരന്റെ മൊഴിയെടുത്തു. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയതായി പരാതി. 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലിന്റെ പാതിയാണ് അറ്റുപോയത്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. അതിരപ്പള്ളി അരൂർമുഴിയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് നശിപ്പിച്ചത്. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും K. ഗോവിന്ദൻ. ദക്ഷിണേന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ചാലക്കുടിയിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ ചാലക്കുടി SH കോളേജ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ മുൻ MLA അനിൽ അക്കരയുടെ മൊഴി വിജിലൻസ് എടുത്തു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് അനിൽ അക്കരയുടെ മൊഴിയെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തതായി തളി ഡിവിഷനിൽ നിന്നും വിജയിച്ച EU ജാഫറിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ അക്കര പരാതി നൽകിയത്. EU ജാഫർ കോൺഗ്രസ് പരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് അവർ കത്തെഴുതിയത്. അതിന്റെ ഭാഗമായി വിജിലൻസിന് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുകയാണ്. ആ അനുമതിയുടെ ഭാഗമായി ഇന്ന് എന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ കാണുകയും എൻ്റെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. ആ മൊഴിയിൽ ഞാൻ കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 50 ലക്ഷം രൂപയ്ക്ക് പണമായിട്ടല്ല കൊടുത്തത്. 5 ലക്ഷം രൂപ ക്യാഷും 45 ലക്ഷം രൂപയ്ക്ക് തുല്യമായ രീതിയിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ അദ്ദേഹത്തിന് ജോലിയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം രൂപ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ഒരു ദൂതൻ മുഖാന്തരമാണ് അദ്ദേഹത്തിന് പണമായി കൊടുത്തത് എന്നാണ് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ ഭാരവാഹി എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 45 ലക്ഷം രൂപയ്ക്ക് വരുന്ന ജോലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാലിനെ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാലിനെ ചുമതലയുള്ള സ്കൂളിലോ അതല്ലെങ്കിൽ CPM സ്വാധീനമുള്ള മറ്റേതെങ്കിലും സ്കൂളിൽ ജോലി നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ 73 അമെൻമെന്റ് അനുസരിച്ചുകൊണ്ടുള്ള ഭരണഘടനാപരമായി സ്ഥാപിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ്, അഴിമതിയാണ്. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയി. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് സംഭവം. പന്നിത്തടം സ്വദേശികളായ ജിത്തു, ജീഷ്മ ദമ്പതികളുടെ 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. പുലർച്ചെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകണം എന്ന് പറഞ്ഞ നഴ്സുമാർ NICUവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 7 മണിയായിട്ടും കുഞ്ഞിനെ തിരിച്ചു നൽകാതായതോടെ ജിഷ്മ NICUവിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ തള്ളവിരൽ നഖത്തിന് കീഴെ പൂർണ്ണമായും അറ്റുപോയ നിലയിൽ കണ്ടത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയതെന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞത്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു.
വാസുപുരം പാലത്തിന് സമീപത്തെ കൃഷിത്തോട്ടത്തിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. നെൽകൃഷിക്കും നാശമുണ്ടാക്കി. നൂലുവള്ളി സ്വദേശി ശിവൻ തണ്ടാശ്ശേരിയുടെ കതിരുവന്ന നെൽച്ചെടികളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. ശിവന്റെ കൃഷിയിടത്തിൽ മന്ദരപ്പിള്ളി സ്വദേശി തങ്കപ്പൻ കൃഷി ചെയ്ത വാഴകളും പന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടു. പന്നിശല്യം മൂലം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് നൂലുവള്ളിയിലെ കർഷകനായ ശിവൻ തണ്ടാശ്ശേരി പറയുന്നു. കൊയ്യാനായിട്ട് ഒരു മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ സമയത്താണ് ഈ കൃഷി ഇത്രയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പന്നിയുടെ ശല്യം മാത്രമല്ല, മയിലിന്റെ ശല്യവും വളരെയധികം ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നെൽകൃഷി മാത്രമല്ല, വാഴകൃഷിയും വളരെയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പന്നികൾ. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് സത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രി അവിട്ടപ്പള്ളിയിലും കാട്ടുപന്നിക്കൂട്ടം കൃഷിനാശം വരുത്തിയിരുന്നു. കൊടുങ്ങ സ്വദേശി എടത്താടൻ സാബു അവിട്ടപ്പള്ളിയിൽ കൃഷി ചെയ്ത വാഴ, കപ്പ എന്നീ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്. മൂന്നുമുറി പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തിയിരുന്നു. കാട്ടുപന്നികളെ അകറ്റാനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. TCV ന്യൂസ്, കൊടകര. അതിരപ്പിള്ളി അരൂർമുഴിയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. അരൂർമുഴി ക്ഷേത്രത്തിന് പിൻഭാഗത്തെ പുതിയടത്ത് സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലായിരുന്നു ആനയുടെ ആക്രമണം. 2 തെങ്ങ്, കവുങ്ങുകൾ, വാഴകൾ എന്നിവ ആന തകർത്തു. ഒരു കൊമ്പനാനയാണ് രാത്രി മുഴുവൻ പറമ്പിൽ ചുറ്റിത്തിരിഞ്ഞത്. ബുധനാഴ്ച രാത്രിയിൽ എത്തിയ ആന നേരം പുലർന്ന ശേഷമാണ് തിരിച്ചുപോയത്. വ്യാഴാഴ്ച വൈകിട്ടും പ്രദേശത്ത് ആനകൾ ഇറങ്ങി. സുരേന്ദ്രന്റെ വീട്ടുപറമ്പിൽ മുമ്പും ആനക്കൂട്ടം എത്തി കൃഷി നശിപ്പിച്ചിരുന്നു. 3 തവണ പുലികൾ ഇറങ്ങി ആടുകളെയും വകവരുത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ തോടിന് കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി MIT സ്കൂൾ പരിസരത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് തുടർച്ചയായ 2ാം തവണയും നശിപ്പിച്ചത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ വീണ്ടും നശിപ്പിച്ചു. തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു. വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ആരെയും ബ്ലെയിം ചെയ്യണില്ല. ഇത് പൊളിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് വീണ്ടും കെട്ടി, നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചൊവ്വാഴ്ച കെട്ടി ബുധനാഴ്ച നോക്കിയപ്പോൾ വീണ്ടും പൊളിഞ്ഞ് കിടക്കണ ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ 3ാമത്തെ കെട്ടണത്. ഇപ്പം ഇരളിൻ്റെ മറവിൽ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചെയ്യാം, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഇതുകൊണ്ട് സമൂഹത്തിന് ഇങ്ങനെ കെട്ടണതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമാണുള്ളത്. ആ ഗുണം കിട്ടരുതെന്ന് കരുതുന്ന കുറച്ച് ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ വന്ന് പൊളിക്കണാണത്. അതാരും നമ്മ ഒരു പാർട്ടിയെ ഒന്നിനെയും നമ്മൾ ബ്ലെയിം ചെയ്യണില്ല. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് മനുഷ്യർ. അവരെയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്. ഇപ്പം ഇന്നലെ ഇത് കെട്ടിയിട്ട് ഇന്ന് വെളുപ്പിന് വന്നപ്പോൾ പൊളിഞ്ഞിട്ടില്ല. അതായത് അവർക്ക് തെറ്റ് സ്വയം ബോധ്യമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സാധാരണ പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യരെന്ന് പറയാൻ പറ്റുക. അപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കെട്ട് ഇനി നിലനിന്ന് പോകും. അങ്ങനെ ആ ജനങ്ങളിൽ നിന്നുള്ള ഒരു സഹകരണമാണ് നമ്മൾ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഇന്റർനെറ്റ് വിനിമയ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുന്നതിന് വിതരണ ശൃംഖലയിലും സാങ്കേതിക വിദ്യയിലും അടിമുടി മാറ്റം വരുത്തുമെന്ന് K. ഗോവിന്ദൻ അറിയിച്ചു. സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അടുത്ത 30 വർഷത്തെ വികസന സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹംസ ഷമീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി KC ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AJ അജോ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. MK സമദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA ബൈജു, PM നാസർ, മേഖലാ വൈസ് പ്രസിഡന്റ് TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ദക്ഷിണേന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ചാലക്കുടി SH കോളേജ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിനെ പരാജയപ്പെടുത്തി. 2ാം മത്സരത്തിൽ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് രാജഗിരി കളമശ്ശേരി കോളേജിനെ തോൽപ്പിച്ചു. ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും.
ആ ഒരു പരാജയം. എന്നിരുന്നാലും നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ She is dedicated to slum. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. കുടിവെള്ള വിതരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ബി.ജെ.പി. പ്രവർത്തകർ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് കണ്ടാരംതറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജിത്ത് മേൽവീട്ടിൽ അധ്യക്ഷനായി. കെ അജയകുമാർ, കെ രാമു, ജോയ് മാദ്രപ്പിള്ളി, ബാബു ചക്കനാലി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല കുത്താമ്പുള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് നാളികേരവും അടയ്ക്കയും മോഷണം പോയി. മലേശമംഗലം സ്വദേശി മനോജ് പാട്ടത്തിനെടുത്ത പറമ്പിൽ നിന്നാണ് വിളകൾ മോഷണം പോയത്. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായതായി മനോജ് പറയുന്നു. ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താനുള്ള റൂറൽ പോലീസിന്റെ ഓപ്പറേഷൻ സുദർശന തുടരുന്നു. വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന 62ാമത്തെ പ്രതിയും അറസ്റ്റിലായി. ചന്ദ്രാപിന്നി സ്വദേശി പേരകത്ത് വീട്ടിൽ സഹലിനെയാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ലുക്കൌട്ട് സർക്കുലർ പ്രകാരം അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശി കറുകത്തല വീട്ടിൽ നൌഫലിനെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിലെ പ്രതിയാണ് സഹൽ. കയ്പമംഗലം SI TV ഋഷിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരളവ്യാസൻ മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഓർമ്മകൾക്കിന്ന് 112 വയസ്സ്. കൊടുങ്ങല്ലൂരിന്റെ നാമം ചരിത്രത്തിന്റെ താളിയോലകളിൽ എഴുതിച്ചേർത്ത മഹാകവിയുടെ ഓർമ്മദിനത്തെ ജന്മനാട് ഇക്കുറിയും മറന്നു. വേദവ്യാസൻ 1095 ദിവസങ്ങൾ കൊണ്ട് രചിച്ച മഹാഭാരതം 874 ദിവസങ്ങൾ കൊണ്ട് വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ലോകത്തെ അമ്പരിപ്പിച്ചത്. സംസ്കൃതത്തിലെ ഗൗരവമേറിയ വരികളെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കിയ കൊടുങ്ങല്ലൂർ ശൈലിയുടെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. 7ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി. 100-ലധികം കൃതികളാണ് സാഹിത്യ ലോകത്തിന് സമർപ്പിച്ചത്. നല്ല ഭാഷ എന്ന മഹാകാവ്യത്തിലൂടെ പച്ച മലയാള പ്രസ്ഥാനത്തിന് അദ്ദേഹം കരുത്തേകി. മഹാഭാരതം വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ഭാരതം ഭാരമൊഴിഞ്ഞു എന്ന് വിനയപൂർവ്വം പറഞ്ഞ തമ്പുരാൻ ഹാംലറ്റും ഒഥല്ലോയും അടക്കമുള്ള പാശ്ചാത്യ കൃതികളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരുന്നു. 1914 ജനുവരി 22-ന് മലയാളത്തിന്റെ ആ മഹാപ്രതിഭ വിടവാങ്ങിയെങ്കിലും അദ്ദേഹം കോറിയിട്ട അക്ഷരങ്ങൾ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം മങ്ങാതെ നിലനിൽക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കുന്നംകുളം താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിനുള്ള സാധനങ്ങളുമായി എത്തിയ കൂറ്റൻ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് വൺവേ റോഡിലൂടെ പിന്നോട്ട് പാഞ്ഞു. നഗരസഭയ്ക്ക് സമീപത്തെ ഇറക്കത്തിലായിരുന്നു സംഭവം. 100 മീറ്ററോളം പിന്നോട്ട് നീങ്ങിയ ലോറി സമീപത്ത് കൂട്ടിയിട്ടിരുന്ന ഇരുമ്പു കമ്പികളിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി സാമഗ്രികളുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കയറ്റം കയറുന്നതിനിടെ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നോട്ട് ഉരുളുകയായിരുന്നു. ഈ സമയം റോഡിലുണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും സമീപത്തെ കടകളിലെ ജീവനക്കാരും ഓടിമാറി. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണി വേലയോടനുബന്ധിച്ച് പറപ്പുറപ്പാടും കൊടിയേറ്റവും നടന്നു. നെല്ലുവായ്, മുരിങ്ങാത്തേരി എന്നീ ദേശങ്ങൾ ചേർന്നാണ് കൊടിയേറ്റ് നിർവഹിച്ചത്. തുടർന്ന് നെല്ലുവായ് ദേശത്തിന്റെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. ഈ മാസം 26-നാണ് ഭരണിവേല ആഘോഷം.
കോടശ്ശേരി പഞ്ചായത്തിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ മേഖലയിലെ വിളകൾ വ്യാപകമായി ഉണങ്ങുന്ന സ്ഥിതിയാണ്. തുമ്പൂർമൊഴി വലതുകര കനാലിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകരാണ് കൂടുതൽ ദുരിതം നേരിടുന്നത്. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരായ KM ജോസ്, ആന്റു അളിയത്ത് എന്നിവർ അധികൃതർക്ക് നിവേദനം നൽകി. ജില്ലയിലെ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച ഫിനാൻഷ്യൽ ലിറ്ററസി ക്വിസ് മത്സരത്തിൽ വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നടന്ന ഫൈനൽ റൌണ്ടിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള വിഷൻ വെങ്ങാനെല്ലൂർ കേബിൾ TV ഓപ്പറേറ്ററും TCV മുൻ ചേലക്കര റിപ്പോർട്ടറുമായിരുന്ന നെയ്യൻ വീട്ടിൽ റിൻസൺ വർഗീസ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. CCV ചാനൽ മുൻ മാനേജിംഗ് ഡയറക്ടറും ചേലക്കര പ്രസ് ക്ലബ് അംഗവുമാണ്. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം 70% പൂർത്തിയായതായി പഠന റിപ്പോർട്ട്. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ ഡ്രാഫ്റ്റ്സ് പേഴ്സൺ സിവിൽ വർക്സിലെ വിദ്യാർത്ഥികളാണ് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയത്. കേരളത്തിൽ ആദ്യമായാണ് പാലം നിർമ്മാണത്തിന് സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിംഗ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാൻ കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വൊക്കേഷണൽ ടീച്ചർ R. കൃഷ്ണപ്രിയ, ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് B. ഹബീബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അടാട്ട് വെസ്റ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. KR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് PS രഘുനാഥ്, സെക്രട്ടറി T. രാമചന്ദ്രൻ, റീത്ത മാത്യൂസ്, CV സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ PS രഘുനാഥ് KSSPU പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ്. അദ്ദേഹം ചെങ്ങാലൂർ പള്ളിത്തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച് 10ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, എപ്പോഴായിരുന്നു സംഭവം? രമ്യ, ഇന്ന് വൈകിട്ട് 6:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ചെങ്ങാലൂർ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം ഒരു ലാസ്റ്റ് കപ്പേള എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ കപ്പേളയോട് ചേർന്ന് എത്തിയ സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ കപ്പേളയ്ക്ക് മുൻവശത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെടിക്കെട്ട് നടത്തുകയായിരുന്നു. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു വെടിക്കെട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വെടിക്കെട്ട് വിരിയാമുട്ടും അതുപോലെ തന്നെ ഗുണ്ടുകളും ഒക്കെ ഏകദേശം ഒരു 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ടായിരുന്നു അത്. അതിനിടെ ഈ വെടിക്കെട്ട് തുടങ്ങിയ സമയത്താണ് ഈ പ്രദക്ഷിണം ഈ കപ്പേളയ്ക്ക് മുന്നിലെത്തുന്നത്. ആ സമയത്ത് വെടിക്കെട്ട് ആരംഭിച്ച സമയത്ത് ഈ പ്രദക്ഷിണം അവിടെ നിർത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഈ വെടിക്കെട്ടിൽ നിന്നും ഒരു ഗുണ്ട് വീണ് ഈ റോഡിലേക്ക്, ഈ പ്രദർശനത്തിന്റെ ഇടയിലേക്ക്, ആളുകളുടെ ഇടയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അത് അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ പരിക്കേറ്റ ആളുകൾ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു 4 വയസ്സുള്ള കുട്ടികൾ വരെ ഈ പരിക്കേറ്റവരിലുണ്ട്. ഇതിൽ ഒരു സ്ത്രീക്ക് കണ്ണിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റുള്ളവരെ വെണ്ടൂരും അതുപോലെ തന്നെ കൊടകരയിലുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു വെടിക്കെട്ട് നടത്തുന്നത് പാലിക്കാതെയാണെന്നാണ് പുതുക്കാട് പോലീസും ഈ സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രമ്യ, ചെങ്ങാലൂർ പള്ളിത്തിരുനാളിൽ വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നടത്തിയ അനിയന്ത്രിതമായിട്ട് നിയമങ്ങൾ പാലിക്കാതെ നടത്തിയ വെടിക്കെട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സരീഷ്.
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ 195 വിദ്യാലയങ്ങളിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. ഇതോടനുബന്ധിച്ച് ചേർന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ യോഗം റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ശക്തവുമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഗുരുവായൂരപ്പന് വഴിപാടായി 174 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ കിരീടം തൃശൂരിലെ ജ്വല്ലറി മാനുഫാക്ചറിംഗ് സ്ഥാപനമായ അജയ് ആൻഡ് കമ്പനി ഉടമ CS അജയകുമാറിന്റെ പത്നി സിനി അജയകുമാറാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന സമയത്ത് കൊടിമര ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വർണ്ണ കിരീടം ഏറ്റുവാങ്ങി. കുഴൂരിന്റെ കലാസാംസ്കാരികോത്സവമായി സംഘടിപ്പിക്കുന്ന അമ്പു ഗ്രാമത്തിനായി നാടൊരുങ്ങി. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായാണ് കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് അമ്പുഗ്രാമം ഒരുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് തുറക്കുന്ന അമ്പുഗ്രാമം ചൊവ്വാഴ്ച സമാപിക്കും. വ്യാപാരമേള, അമ്യൂസ്മെന്റ് പാർക്ക്, കലാപരിപാടികൾ, പുഷ്പമേള, ഭക്ഷ്യമേള, ഡാവിഞ്ചി സുരേഷിന്റെ ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ലിൻസൺ പോൾ, സാജൻ കൊടിയൻ, ഫെബിൻ തെറ്റയിൽ, പീറ്റർ ഫ്രാൻസിസ്, CK ഫ്രാൻസിസ് എന്നിവർ അറിയിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന പരിശീലന ക്യാമ്പ് നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മോഹനൻ വെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KV വൃന്ദ, ഹെഡ്മിസ്ട്രസ് ബിന്ദു ബാബു, SMC അംഗം KV അരവിന്ദാക്ഷൻ, അധ്യാപിക MB ശ്രീകല എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചമയ പ്രദർശനം, കൂട്ടിയെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, നൃത്തോത്സവം തുടങ്ങിയ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഷിനോദ് കുട്ടൻപാറൻ, സുദർശൻ കോട്ടമ്പറമ്പത്ത്, മോഹൻദാസ് ഇത്തിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിൽ തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ ഫാദർ മെജിൻ കല്ലേലിയുടെ നേതൃത്വത്തിൽ ദിവ്യബലി നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ കാർമ്മികനാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, ജനറൽ കൺവീനർ ജോബിൻ അരിക്കാട്ട്, സണ്ണി കണ്ണംകുന്നി, ഡോക്ടർ സണ്ണി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. മാള സെന്റ് സ്റ്റാനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച യൂണിറ്റുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ കാർമ്മികനാകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും തിങ്കളാഴ്ച ടൌൺ അമ്പും നടക്കുമെന്ന് വികാരി ഫാദർ ജോർജ് പാറമേൽ, പ്രസിഡന്റ് PK ജോസ് എന്നിവർ അറിയിച്ചു. ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിന് ലോക റെക്കോർഡോടെ തുടക്കം കുറിച്ച് പെരുമ്പില വൻസർ വിമൻസ് കോളേജ് വിദ്യാർത്ഥിനികൾ 1500-ലധികം വിദ്യാർത്ഥിനികളെ അണിനിരത്തി ലോകത്തിലെ ഏറ്റവും വലിയ ആത്മഹത്യാ പ്രതിരോധ ലോഗോ തീർത്താണ് ടാലന്റ് റെക്കോർഡ് ബുക്കിൽ കോളേജ് ഇടം പിടിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് നൃത്ത സംഗീത ശില്പവും ഒപ്പുശേഖരണവും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ J. ഫരീദ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ കുടുംബസംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MD കോളേജ് പ്രിൻസിപ്പൽ തോമസ് മാത്യു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ, ട്രഷറർ PI വിൻസെന്റ്, ജോയിന്റ് സെക്രട്ടറി PI സുബ്രഹ്മണ്യൻ, ഓർഗനൈസേഷൻ കൺവീനർ K. ശിവദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
അംഗപരിമിതികളെ മറികടന്ന് മനസ്സിന്റെ ഇച്ഛാശക്തിയിൽ വീൽചെയർ ശിങ്കാരിമേളത്തിന് അരങ്ങേറ്റം കുറിച്ചു. ചെർപ്പുളശ്ശേരി പേങ്ങാട്ടിരിയാണ് വീൽചെയർ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റ വേദിയായത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പൂമ്പാറ്റ ടീമാണ് അരങ്ങിലെത്തിയത്. കോലഴി സ്വദേശി പെപ്പിൻ ജോർജിന്റെ ശിക്ഷണത്തിലാണ് ടീം ശിങ്കാരിമേളം അഭ്യസിക്കുന്നത്. വീടിന് സമീപം മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച കേസിൽ യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻവേലിക്കര തുരുത്തൂർ സ്വദേശി ഇടിയാത്തിപ്പറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണയാണ് അറസ്റ്റിലായത്. ഡിസംബർ 28-ന് അത്തിക്കടവിലായിരുന്നു സംഭവം. പൊയ്യ സ്വദേശി സജിത്ത്, ധനീഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. സംഭവത്തിൽ 3 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. അരണാട്ടുകര തരഗൻസ് LP സ്കൂളിന്റെ 104-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. അരണാട്ടുകര സെന്റ് തോമസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടിയേക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KA ബെന്നി, CV ജോഷി, പ്രൊഫസർ VD ജോൺ, CP ജീസൺ, PP ജോർജ്, വർഗീസ് വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ എൻഡോവ്മെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വലപ്പാട് ബൈപ്പാസിൽ ആനവിഴുങ്ങിക്ക് സമീപം വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. മഞ്ചേരിയിൽ വിവാഹം കഴിഞ്ഞ് വരന്റെ നാടായ കയ്പമംഗലം കൂരിക്കുഴിയിലേക്ക് തിരിച്ചുവരികയായിരുന്ന സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ആനവിഴുങ്ങി ബൈപ്പാസിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുന്നതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസിനെ മറികടക്കാൻ കാർ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ബസിന്റെ മുൻവശത്ത് ഇടിച്ച കാർ സമീപത്തെ പറമ്പിലേക്ക് മറിഞ്ഞു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലുള്ള വീടിന് മുന്നിലിടിച്ചാണ് നിന്നത്. വീടിന്റെ മുൻവശം തകർന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടായിരുന്നു. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കാറിലുണ്ടായിരുന്ന ചാലക്കുടി സ്വദേശികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ വേദിയിൽ സ്ഥാപിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഘോഷയാത്രയായി എത്തിച്ചു. ചൂരക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഘോഷയാത്രയുടെ ആരംഭം. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഭാഗവത സപ്താഹം 24-ന് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടെ സമാപിക്കും. മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ ആരോപണം. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പരാതിക്കാരന്റെ മൊഴിയെടുത്തു. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയതായി പരാതി. 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലിന്റെ പാതിയാണ് അറ്റുപോയത്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. അതിരപ്പള്ളി അരൂർമുഴിയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് നശിപ്പിച്ചത്. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K ഗോവിന്ദൻ. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും K ഗോവിന്ദൻ.
ദക്ഷിണേന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ചാലക്കുടിയിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ ചാലക്കുടി SH കോളേജ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിനെ പരാജയപ്പെടുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.